പ്രേക്ഷകരെ, ആലപ്പുഴ കരുവാറ്റയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വയോധികനെ കൊലപ്പെടുത്തിയ സംഭവം അത് വളരെ നടുക്കത്തോടാണ് നമ്മളൊക്കെയും അറിഞ്ഞത്, അല്ലേ? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ ഷെൽട്ടർ ഹോമിലേക്ക് ആക്കിയിരിക്കുകയാണ് നിലവിൽ. ആസൂത്രിതമായി നടത്തിയ ഈ കൊലപാതകം കൗമാരത്തിന്റെ വഴിതെറ്റലോ കുടുംബത്തിനുള്ളിലെ അരക്ഷിതാവസ്ഥയോ? പലതും ഉള്ളിലൊതുക്കി കഴിയുന്ന കൗമാരക്കാരെ കേൾക്കാൻ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമോ? ഈ വിഷയം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു ന്യൂസ് ആംഗിളിൽ. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. അമൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയം ഇത് ആദ്യം പുറത്തറിഞ്ഞത്, പിന്നീട് ഇതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞത്, അതൊക്കെയും ആ കാരണങ്ങളൊക്കെയും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ കൊലപാതക വാർത്തകളൊക്കെ വരുന്നത് നമ്മളെ സമൂഹത്തെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. നമ്മൾ എത്രയോ കാലങ്ങൾ ഇവിടെ പല തരത്തിലുള്ള കൊലപാതക ആസൂത്രണങ്ങളും ഒക്കെ കാണുകയും ചർച്ച ചെയ്യുകയും അവർക്കെതിരായ നടപടികൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ മൈനറായിട്ടുള്ള 3 കുട്ടികൾ, ഇതിപ്പം മാത്രമല്ല, ഇതിനു മുൻപും സമാനമായ രീതിയിൽ പലതരത്തിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇദ്ദേഹത്തെ കൊല്ലാൻ നേരത്തെയും ശ്രമം നടത്തിയിരുന്നു. പിന്നീട് നിരന്തരമായി അത് സെർച്ച് ചെയ്യുന്നു, പിന്നീട് ആ കൃത്യം നടപ്പാക്കുന്നു എന്നൊക്കെ പറയുന്നത് സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അതേപോലെ തന്നെ ആശങ്കയിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ പോലീസ് പറയുന്നത് തന്നെ ഇവർക്കെതിരായ നടപടിക്രമങ്ങൾ, അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കൂടി അനുമതിയോടുകൂടി ഈ സാധാരണ ഈ ക്രിമിനൽ കേസിലെ പ്രൊസീജിയറിലേക്ക് മാറ്റാൻ പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. പ്രതികളെത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തേണ്ട ഒരു സമയത്തിലേക്കൊക്കെ പോവുകയുമാണ്. അപ്പോഴും ഈ നിയമ നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോഴും അമൽ, സമൂഹത്തെ ഈ വിഷയം വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. ശരിക്കും എന്താവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൗമാരക്കാർക്കിടയിൽ? എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന സാമൂഹ്യ മാധ്യമ റീലിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ കരുവാറ്റയിലെയും മറ്റും ജനങ്ങളോട്, നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 4 പേരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് നമ്മുടെ സാമൂഹ്യ സുരക്ഷയെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന പേരന്റിംഗ് രീതിയെ തന്നെ അതിനടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമൂഹം എന്തുകൊണ്ട് ഈ കൗമാരക്കാരായ കുട്ടികളെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ തയ്യാറാകുന്നില്ല എന്ന തരത്തിലെല്ലാം സാമൂഹ്യ നിരീക്ഷകരടക്കം ഇതിനോടകം തന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവിലേക്ക്, ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകം നടന്നാൽ പെൺകുട്ടിയുടെ പിതാവിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ പോലും ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം 3 കുട്ടികളും, അതായത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും KSRTC ബസ്സിലാണ് കൊല്ലത്തിലേക്ക്, പരിപ്പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അവിടെ ചെന്നതിന് ശേഷവും വളരെ വേഗത്തിലാണ് പോലീസ് അന്വേഷണം ഇവരിലേക്ക് എത്തിച്ചത്. പക്ഷേ അതിനിടയിൽ പോലീസ് എങ്ങനെയെങ്കിലും തങ്ങളിലേക്ക് എത്തിയാൽ അവരുമായി പറയേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു സമയം പോലും ഈ കുട്ടികൾക്ക് ലഭിച്ചില്ല. പക്ഷേ എന്നിട്ടും പോലീസുമായി നടത്തിയ ഒരു മൊഴിയെടുക്കലിന്റെ ഒരു ഭാഗത്തെല്ലാം ഈ കുട്ടികൾ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി പോലീസിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ വയറ്റിലൊരു മുഴയുണ്ടെന്നും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ ഹരിപ്പാട് എത്തിയതും ചികിത്സയ്ക്ക് പണം നൽകാൻ വേണ്ടി പണം നൽകി മടങ്ങുകയാണെന്നും കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നുമായിരുന്നു ഈ ആൺകുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. അതോടൊപ്പം തന്നെ കൊല നടത്തിയതിനു ശേഷം പിറ്റേന്ന് രാവിലെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ 3 കൗമാരക്കാരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ ഈ മോഷണം നടത്തിയ 3 പവന്റെ ഒരു മാലയുണ്ടായിരുന്നു. ആ മാല പണയം വയ്ക്കാൻ ഇവരുടെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു. ആ സുഹൃത്ത് തൻ്റെ കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അവർ അന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. തലേന്ന് കൊലപാതകം നടത്തിയവരുടെ യാതൊരു തരത്തിലുള്ള മുഖഭാവമോ അല്ലെങ്കിൽ പരിഭ്രമമോ ഒന്നും ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ആസൂത്രിതമായിരുന്നു ഇവരുടെ നടപടികൾ എന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും 2017 ഇറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരിത് ചെയ്തത്. ഈ ക്രൈം ത്രില്ലർ സിനിമകളുടെ എല്ലാം ഒരു സ്വാധീനം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്ന പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് കൗമാരക്കാരെ എത്തരത്തിലാണ് ബാധിക്കുന്നത് എന്ന്. ശരി, പറഞ്ഞ പോലെ തന്നെ കൗമാരക്കാർക്കിടയിൽ ശരിക്കും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ പഠനങ്ങളും വിശകലനങ്ങളും ഒക്കെ കൂടിയേ മതിയാവുകയുള്ളൂ.